മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. 22 വർഷത്തെ കരിയറിൽ 100-ലധികം ചിത്രങ്ങളിൽ പൃഥ്വി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം പുറത്തിറങ്ങിയ ആടുജീവിതത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും പൃഥ്വി നേടിയിരുന്നു. പൃഥ്വിയുടെ കരിയറിലെ 3ാമത്തെ സംസ്ഥാന അവാർഡാണിത്. ഒരു തവണ മികച്ച വില്ലനുള്ള തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന അവാർഡും പൃഥ്വി നേടിയിട്ടുണ്ട്. തമിഴിൽ പൃഥ്വി ചെയ്ത മികച്ച സിനിമയാണ് 2007 പുറത്തിറങ്ങിയ മൊഴി. രാധാമോഹൻ സംവിധാനം ചെയ്ത സിനിമയിൽ പ്രകാശ് രാജ്, ജ്യോതിക, സ്വർണ്ണമാല്യ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. റോംകോം സോണറിൽ പെടുന്ന ചിത്രത്തിൽ മികച്ച പ്രകടനമായിരുന്നു പൃഥ്വി കാഴ്ചവെച്ചത്. മൊഴിയെപ്പറ്റി സംസാരിക്കുകയാണ് പൃഥ്വി. ഇന്നും തന്നോട് സംസാരിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് ഒരു റെഫറൻസ് മൊഴിയാണെന്ന് താൻ പറയുമെന്ന് പൃഥ്വി കൂട്ടിച്ചേർത്തു. വളരെ കഥാപാത്രങ്ങളെ വച്ച് വലിയൊരു വിഷയം കോമഡിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവതരിപ്പിക്കാനാണ് ആ സിനിമ തെളിയിച്ചെന്നും പൃഥ്വി പറഞ്ഞു. ഇന്ത്യ ഗ്ലിറ്റസ് തമിഴിന് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വി ഇക്കാര്യം പറഞ്ഞത്. മൊഴി റിലീസ് ചെയ്ത് 15 വർഷമായി എന്ന് പറയുമ്പോൾ വയസ്സായതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് മൊഴി വളരെ സ്പെഷ്യലായിട്ടുള്ള സിനിമയാണ്. ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് മൊഴിയിലൂടെ ലഭിച്ചു. സംവിധായകൻ രാധാമോഹൻ, പ്രകാശ് രാജ്, ജ്യോതിക, സൂര്യ എന്നിവരുമായി ബന്ധം തുടങ്ങുന്നത് മൊഴിയിലൂടെയാണ്. ഇന്നും എന്നോട് മൊഴിയെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു റെഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം വളരെ കുറച്ച് കഥാപാത്രങ്ങളെ വെച്ച് ഇവോക്കേറ്റീവായ ഒരു വിഷയം ഹ്യൂമറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവതരിപ്പിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് മൊഴി എന്ന സിനിമ എനിക്ക് തന്നതിന് രാധാമോഹൻ, പ്രകാശ് രാജ് എന്നിവരോട് വലിയ നന്ദിയുണ്ട്, പൃഥ്വിരാജ് പറഞ്ഞു.